ബ്ലാക്ക്ബെറി സ്മാർട്ട് ഫോണുകൾ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആളുകളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേരാണ് ഈ ബ്ലാക്ക്ബെറി. ബ്ലാക്ക്ബെറിയാണ് സത്യത്തിൽ സ്മാർട്ട് ഫോൺസിനെ കണ്ടുപിടിക്കുന്നത്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഡിവൈസിനെ കണ്ടുപിടിക്കുന്ന കമ്പനിയാണ്. റിസർച്ച് ഇൻ മോഷൻ എന്ന് പറയുന്ന കനേഡിയൻ കമ്പനിയാണ് ഈ ബ്ലാക്ക്ബെറി പ്രൊഡക്റ്റുകളുടെ ഓണർ. ഈ ബ്ലാക്ക്ബെറിക്ക് ഡിഫറെൻറ്റ് വോയിസസ് ഉണ്ട്. അവർ വളരെ ബ്ലാക്ക്ബെറി ഉപയോഗിച്ചിരുന്ന ആദ്യ കാലഘട്ടത്തിലെ ആളുകൾക്ക് അറിയാൻ പറ്റും. അത് ഇപ്പോൾ പോലും അവരുടെ മനസ്സിൽ നല്ല ഓർമ്മകൾ കൊടുക്കുന്ന നല്ല പ്രൊഡക്റ്റായിരുന്നു. അതിൻ്റെ ഒരുപാട് കൺവീനിയൻസസ് പലപ്പോഴും പല സ്മാർട്ട് ഫോണുകളിലും മിസ്സാവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന അത്രയും നല്ല പ്രൊഡക്റ്റായിരുന്നു. അവർ വളരെ യുണീക്കായിട്ടുള്ള ഒരു പൊസിഷനിങ് അവർക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോഴുള്ള പല സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഇപ്പം സെലിബ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും ലീഡായി നിൽക്കുന്ന പല കമ്പനികളെയും പോലെ വരേണ്ട ഒരു കമ്പനിയുമായിരുന്നു അത്. പക്ഷേ ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലാക്ക്ബെറി ഉള്ള ആ സമയത്ത് ബ്ലാക്ക്ബെറി ഏറ്റവും നന്നായി മാർക്കറ്റിലേക്ക് പൊങ്ങി വരുന്ന കാലഘട്ടത്തിൽ ഈ ഐഫോൺ ഇല്ല. അതിനുശേഷം ഐഫോൺ വന്നതിന് ശേഷം പിന്നീട് ആൻഡ്രോയിഡ് വരുന്നു. ഈ ഒരു മാർക്കറ്റ് അർത്ഥത്തിൽ ഡെവലപ്പ് ആവുകയാണ് ചെയ്തത്. ഈ ആൻഡ്രോയിഡ് വരികയും ആപ്പുകളുടെയൊക്കെ ക്രിയേഷനും ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ ബ്ലാക്ക്ബെറിൻ്റെയും അല്ലെങ്കിൽ ആപ്പിളിലൊക്കെ അവരുടെ തന്നെ ആദ്യഘട്ടത്തിൽ ഐഫോണിലും ഒക്കെ അവരുടെ തന്നെ എൻജിനീയേഴ്സ് ആയിരുന്നു ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നത്. ബ്ലാക്ക്ബെറിയിലും അങ്ങനെയായിരുന്നു. ആൻഡ്രോയിഡാണ് ആ പ്ലേസിനെ മാറ്റിയത്. എന്ന് വെച്ചാൽ ആളുകൾക്ക് മറ്റ് കമ്പനികൾക്ക് ആപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൊണ്ടിരുന്നത് ആൻഡ്രോയിഡാണ്. അത് വന്ന് പിന്നെ ഐഫോണിൽ അത് വന്നു. ബ്ലാക്ക്ബെറി കുറച്ച് ലേറ്റായി. അതിൻ്റെ സാഹചര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനൊക്കെ കുറച്ച് ലേറ്റായി. പിന്നീട് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക്ബെറി തന്നെ ആൻഡ്രോയിഡിൻ്റെ വോയിസിൽ ഇത് ഇറക്കുകയൊക്കെ ചെയ്തു. ഒരു സ്മാർട്ട് ഫോൺസൊക്കെ ഇറക്കി. പക്ഷേ ആ ഒരു സ്മാർട്ട് ഫോണുകളുടെ കോമ്പറ്റീഷനിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ കമ്പനി ഇവഞ്ച്വലി പല അറ്റംപ്റ്റുകളും നടത്തി അത് ഒരു തളർച്ചയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിനെ കമ്പയർ ചെയ്യാവുന്ന മറ്റൊരു എക്സാമ്പിളാണ് ഈ ഹുവായിൻ്റെ ചൈനീസ് മേജറായിട്ടുള്ള ഹുവാവേ എന്ന് പറയുന്ന ആ കമ്പനീൻ്റെ ഒരു സാഹചര്യം. 2019 ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ഈ കമ്പനിക്ക് സാങ്ഷൻസ് വരാണ്. US ടെക്നോളജീസ് ഒന്നും ഈ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ. അതിന് പല കാരണങ്ങളും പൊളിറ്റിക്കൽ റീസൺസും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇവർക്ക് ആൻഡ്രോയിഡ് സിസ്റ്റംസ്, ഇവരുടെ ഫോണുകളെല്ലാം ആൻഡ്രോയിഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതേപോലെ ചിപ്പുകളുടെ സപ്ലൈ, ടെക്നോളജീൻ്റെ സപ്ലൈ ഒക്കെ റെസ്ട്രിക്ഷൻ വരുന്ന സാഹചര്യം വന്നു. ഈ ഒരു സാഹചര്യത്തിനോട് ആ കമ്പനി റെസ്പോണ്ട് ചെയ്തത് അവർ പുതിയൊരു വോയിസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, ഹാർമണി എന്നുള്ള പേരിൽ. അങ്ങനെ ഇനീഷ്യലി അവരുടെ ആൻഡ്രോയിഡ് സിസ്റ്റം കിട്ടാതായപ്പോൾ അവരുടെ സെയിലൊക്കെ ഡ്രോപ്പായി. ഇപ്പോൾ 2022 ഏകദേശം 100 ബില്യൺ റവന്യൂവിൽ അവർ ക്രോസ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഒരു ട്രാക്ക് വന്നു. അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു സാഹചര്യം, അതായത് നേരത്തെ പറഞ്ഞ ബ്ലാക്ക്ബെറി സ്റ്റോറിനോട് കണക്ട് ചെയ്യാവുന്ന സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ, ഒരു സിറ്റിനകത്തുള്ള ഒരു കമ്പനിയിൽ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ കയ്യിലെല്ലാം ഭൂരിഭാഗം ആളുകളുടെ കയ്യിലും ഐഫോൺ ആണെങ്കിൽ ആ ഓഫീസിലെ ബോസിൻ്റെ കയ്യിൽ ഹുവാവേൻ്റെ ഫോണാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു വൾണറബിലിറ്റി കുറവാണ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് അത് വരികയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാനൊക്കെ ഉള്ള ചാൻസസ് കുറവാണ്, ഇൻഫർമേഷൻ ലോസ് ആവാനുള്ള ചാൻസസ് കുറവാണ് എന്നുള്ള ഒരു ധാരണ കൊണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഡിസൈൻ ക്വാളിറ്റി കൊണ്ടായിരിക്കാം. എന്തായാലും അവരുടെ ഒരു ഫോണായിട്ടാണ് ഇപ്പം ഹുവാവേയുടെ പൊസിഷൻ ഉള്ളത്. അപ്പോൾ ഈ പൊസിഷൻ ശരിക്കും ഓൺ ചെയ്യേണ്ടിയിരുന്ന കമ്പനി ആരാ? ബ്ലാക്ക്ബെറിയാണ്. ബ്ലാക്ക്ബെറി ആ സമയത്ത് അവരുടെ OS അതിൽ നിൽക്കുകയും അതിൻ്റെ നവീകരണത്തിലും അവരുടെ സ്പേസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനകത്ത് നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനായിരുന്നു ഇത്. ഏത് കമ്പനിക്കും അവരവരുടെ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എന്താണെന്ന് കൃത്യമായ ധാരണ വേണം. ആ ധാരണ അനുസരിച്ചിട്ട് അവരുടെ കമ്പനിയുടെ പൊസിഷനിൽ നിലനിൽക്കുക. ഞങ്ങൾ സെർവ് ചെയ്യുന്ന മാർക്കറ്റ് എന്താണ്, എവിടേക്കാണ് അഡാപ്റ്റ് ആവുന്നത്, ആ ക്ലാരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വലിയ ലാൻഡ്സ്കേപ്പിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, ഒരു ഗ്ലോബൽ ലാൻഡ്സ്കേപ്പിൽ ഇപ്പം ഇന്ത്യ പോലുള്ള വലിയ നാഷണൽ ലാൻഡ്സ്കേപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു കാര്യം,
ബിസിനസ്സിനകത്ത് നമ്മുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഒരിക്കലും അത് സാധാരണ ഒരാൾ മനസ്സിലാക്കുന്നത് പോലെ ഇപ്പോൾ ഈ കൊല്ലം നമ്മൾ ഒരു കോടിൻ്റെ ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ എന്നിട്ട് അത് നമ്മൾ അടുത്ത കൊല്ലം അത് പിന്നെ ഒരു 30% വർദ്ധിച്ച് 1,30,00,000 ചെയ്തു, പിന്നെ അത് 1,75,00,000 ചെയ്തു. അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടല്ല ഈ ഗ്രോത്ത് ഉണ്ടാവുക. ബിസിനസ്സിലുള്ള വളർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലെത്തിയ അഡ്വേഴ്സിറ്റിൻ്റെ രൂപത്തിലാണ് വരിക. നമ്മുടെ മുമ്പിൽ ഒരു തടസ്സത്തിൻ്റെ രൂപത്തിലാണ് സാധനം വരിക. ആ തടസ്സത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കുള്ള ബേസ്. പിവറ്റ് ചെയ്യാന്ന് പറയും. അപ്പം നമ്മൾ പിന്നെ ബിസിനസ്സിനകത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് ഇതിനകത്തുള്ള ഏറ്റവും കീ ആയിട്ടുള്ള സംഗതി. ഈ അഡ്വേഴ്സിറ്റിയുടെ രൂപത്തിൽ വരുന്ന ഈ സാഹചര്യങ്ങളെ നമ്മൾ നമ്മുടെ ഇന്നോവേഷൻ്റെ കപ്പാസിറ്റി കൊണ്ട്, നമ്മുടെ മാനേജീരിയൽ കപ്പാസിറ്റി കൊണ്ട്, നമ്മുടെ വിഷനകത്തുള്ള ക്ലാരിറ്റി കൊണ്ട്, നമ്മൾ സെർവ് ചെയ്യുന്ന വാല്യൂവിനകത്തുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ അതിജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായ സാഹചര്യത്തിനേക്കാളും എത്രയോ മികച്ച ഒരു സ്പേസിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ടഫ് സിറ്റുവേഷൻസ് ഡ്യൂറിങ് ദ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു പൊസിഷനിലെത്തും. ആ പൊസിഷനിൽ മുന്നേറുന്ന സമയത്ത് കുറച്ച് കാലം പോകുന്ന സമയത്ത് ഇതേപോലെ മറ്റൊരു അഡ്വേഴ്സിറ്റി വരും. ആ അഡ്വേഴ്സിറ്റിനെ ഇതേപോലെ നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് സത്യത്തിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നത്. അപ്പം അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് ഈ രണ്ട് കമ്പനികളുടെ എക്സാമ്പിൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് ഒരു കമ്പനി തകരാനുള്ള കാരണവും ആ കമ്പനി വളരാനുള്ള കാരണവും ഒരേ കാരണമാണ്. അതാണ് ഇതിനകത്തുള്ളൊരു ഐറണി. അതിൻ്റെ ഡിസിഷൻ മേക്കർ ആയിട്ടില്ല. അപ്പം ഞാനൊരു കമ്പനീൻ്റെ ഓണർ ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു അഡ്വേഴ്സിറ്റിനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഐ വിൽ ഫെയിൽ. അതിനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യുന്നതിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി പഴയ കമ്പനി ആവില്ല, അതിൻ്റെ മുകളിലുള്ള ഒരു കമ്പനിയാണ് ആവുക. എന്തായാലും ആ സ്റ്റാറ്റസ് കോയിൽ തന്നെ നിൽക്കില്ല. അഡ്വേഴ്സിറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിലിയൻസ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആവണമെന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല, നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയുടെ മുകളിൽ മാത്രം ബിൽഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാരിറ്റി ഉണ്ടാവില്ല, നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സ്ട്രെങ്ത്തും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഡ്വേഴ്സിറ്റിനെ നമുക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനുള്ള ബാക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും ഈ 0 to hero സ്റ്റോറീസ് കേൾക്കാറുണ്ട്. ഈ 0 to hero സ്റ്റോറി, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നുള്ള രൂപത്തിലുള്ള സ്റ്റോറീസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു റിയാലിറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റെയർ സ്റ്റോറി അല്ല, എല്ലാവരുടെയും സ്റ്റോറിയാണ്. അതായത് ഒരാൾ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാതെ അയാൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. സക്സസ്സുകളിൽ നിന്നും സക്സസ്സുകളിലേക്ക് പോയ സ്റ്റോറി ഉണ്ടെങ്കിൽ അതായിരിക്കും റെയർ. സക്സസ്സുകളിൽ നിന്നും സക്സസ്സുകളിലേക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. എല്ലാവരും അഡ്വേഴ്സ് സിറ്റുവേഷനാണ് ഒരു മനുഷ്യനെയും ഒരു ഓർഗനൈസേഷനെയും ബിസിനസ് ഓർഗനൈസേഷനെ സ്ട്രോങ് ആക്കുന്ന സംഗതി. മോശപ്പെട്ട സാഹചര്യങ്ങൾ വരിക എന്നുള്ളത് ഡിഫോൾട്ടാണ്. അതാണ് പിന്നെ ശരിക്കും സംഭവിക്കേണ്ട കാര്യം. ആ അഡ്വേഴ്സ് സിറ്റുവേഷൻ ഇല്ലാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു തുടങ്ങിയ ഒരു എഫേർട്ട് ആദ്യം തന്നെ വിജയിച്ചു, പിന്നെ അടുത്ത് വിജയിച്ചു, അങ്ങനെ ഒരു കമ്പനി പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ ഒരു സാഹചര്യം പിന്നീട് ഒരു നിർണായക മൊമെൻറ്റിൽ അത് ചിലപ്പോൾ കൊളാപ്സ് ആവും. അത് ഒരു വ്യക്തികൾക്കാണെങ്കിലും കമ്പനികൾക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു എൻ്റർപ്രണർ ഈ അഡ്വേഴ്സിറ്റീസിനെ മാനേജ് ചെയ്യുന്നതിന് എൻജോയ് ചെയ്യുന്ന ഒരാളാവേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, സാധാരണ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ലൈഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ ആസ്വദിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വളരെ കംഫർട്ടായിട്ടുള്ള സിറ്റുവേഷൻ അല്ല. പക്ഷേ നമുക്ക് എത്ര സമയം ബെഡിൽ കിടക്കാൻ പറ്റും? നമുക്ക് പിന്നെ ബെഡിൽ കിടന്നുകൊണ്ടേ ഇരിക്കാൻ പറ്റുമോ? ഇനി ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുമോ? ആസ്വദിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ലോങ്ങർ ടേമിലേക്ക് നമ്മൾ എൻജോയ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് മേ ബി ഒരു ട്രക്കിങ് ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പണിയല്ലല്ലോ. മല കയറി പോകുന്നു, പിന്നെ മേ ബി കാലിൽ മുറിയാവാൻ ചാൻസ് ഉണ്ട്, കയ്യിൽ മുറിയാവാൻ ചാൻസ് ഉണ്ട്, വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്, വിശക്കാൻ ചാൻസ് ഉണ്ട്, ദാഹിക്കാൻ ചാൻസ് ഉണ്ട്. ടോട്ടലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. പക്ഷേ
ആ അഡ്വേഴ്സിറ്റി നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്നതോടെ അത് നമുക്ക് ഭയങ്കര കംഫർട്ടബിളും എൻജോയബിളും ആയിട്ട് മാറുന്നുണ്ട്. ബിസിനസ്സുകാരനും ഈ ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത്. ഇതിനകത്ത് വരുന്ന ഇത്തരം അഡ്വേഴ്സ് സിറ്റുവേഷൻസിന് അയാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അയാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരനാവുക. ഒരു ഗെയിം പോലെ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുന്ന പോലെയാണ്. ആ അഡ്വഞ്ചർ ആക്ടിവിറ്റി, ഈ അഡ്വേഴ്സിറ്റീസ്, ഈ മോശപ്പെട്ട സാഹചര്യങ്ങളെ മാനേജ് ചെയ്യുന്നതിലുള്ള അയാളുടെ സ്കില്ല് അയാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങണം. അത് മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെ അയാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു അഡ്വഞ്ചർ ഗെയിം കളിക്കുന്ന ഒരു രസത്തിൽ കളിക്കാൻ പറ്റും. അതിനുമാരും ബിസിനസ് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ബി കംഫർട്ടബിൾ വിത്ത് ഡിസ്കംഫർട്ട്സ് എന്നല്ലേ. അപ്പോൾ ഈ അഡ്വേഴ്സിറ്റീസിനെ അല്ലെങ്കിൽ മോശപ്പെട്ട സാഹചര്യങ്ങളെ ആസ്വദിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു കളിക്കാരന് ഇപ്പോൾ നമുക്കൊരു കാർ റേസിങ്ങിൻ്റെ കേസ് എടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗെയിം. ആ റേസിംഗ് ഗെയിം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അയാൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. അയാൾ ആ സെലിബ്രേഷനിൽ നിന്നിട്ട് പിന്നെ ഫുൾ സെലിബ്രേഷൻ അല്ലല്ലോ. ആ സെലിബ്രേഷൻ ഏറ്റവും കുറഞ്ഞ സമയത്തേക്ക് കഴിഞ്ഞിട്ട് അയാൾ അടുത്ത റേസിനുള്ള പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. സെലിബ്രേഷൻ അല്ല എൻജോയ് ചെയ്യുന്നത്. സെലിബ്രേഷൻ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് മാത്രമാണ്. സത്യത്തിൽ എൻജോയ് ചെയ്യുന്നത് എന്താ? ഗെയിമാണ്. സെലിബ്രേഷൻ എൻജോയ് ചെയ്യുന്ന ഒരാളുടെ കരിയർ വേഗം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് കോർ ആയിട്ടുള്ള ആക്ടിവിറ്റിനെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കേസിൽ അത് പറയുന്ന സമയത്ത് അതിനകത്ത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്തുള്ള ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾക്ക് തന്നെ ഫിനാൻസിൻ്റെ അവൈലബിലിറ്റിയുമായി, ക്യാപിറ്റൽ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവും. ടെക്നോളജി അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവും. ഗവൺമെൻറ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. ക്രോസ് ബോർഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഈ ഇഷ്യൂസിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അത് സോൾവ് ചെയ്യുന്നതിനകത്ത് കിട്ടുന്നൊരു ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. ആ എൻജോയ്മെൻറ്റിനെ ആസ്വദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാർ റേസിങ്ങിൽ ഉള്ള ഇപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലേ ചെയ്യുന്ന ഒരാൾ ഒരു ഭയങ്കര ഹാർഡ് വർക്കിന് ശേഷമാണ് അയാൾക്ക് ടീം സെലക്ഷൻ കിട്ടുന്നത്. എന്നിട്ട് അയാൾ ഒരു മാരത്തോൺ റേസ്, ഒരു ടൂർണമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ലെങ്ത്തുള്ള ഒരു ടൂർണമെൻ്റൊക്കെ ഉണ്ടാവും. ആ ടൂർണമെൻറ്റ് കഴിഞ്ഞ് മേ ബി അയാൾ അതിനകത്ത് വിജയിച്ച് ആ ട്രോഫി വെക്കുന്ന കാര്യം കഴിഞ്ഞ് പിറ്റേന്ന് അയാൾ എന്തിനാണ് പോകുന്നത്? കഴിഞ്ഞ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടില്ലേ, എംബാപ്പെ വേൾഡ് കപ്പ് കഴിഞ്ഞ് പിറ്റേന്ന് അയാൾ പ്രാക്ടീസിന് വരികയാണ്. പ്രാക്ടീസ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇതാണ് ആ സ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബിസിനസ്സും.